മരണങ്ങൾ പലതും നമ്മുടെ മുമ്പിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഭൗതിക പഠനത്തിൽ ആയിക്കൊണ്ടിരിക്കുമ്പോൾ മരണപ്പെട്ട ചരിത്രങ്ങൾ നമ്മുടെ മുമ്പിൽ പലതുമുണ്ട്. ഇത്തരത്തിലുള്ള ആഖിറത്തിലേക്ക് ഇത്ര നന്മകൾ വാരിക്കൂട്ടാൻ പറ്റിയ ഒരു മരണം ഒരു ഭൗതിക വിദ്യാർത്ഥിയുടെ മരണത്തിൽ നാം എവിടെയെങ്കിലും കേട്ടതോ കണ്ടതോ ഉണ്ടോ എന്ന് നാം ആലോചിക്കുക. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇദാ ജാഅ ത്വാലിബൽ ഇൽമി അൽ മൗതു വഹുവ അലാ ഹാലിഹി വഹുവ അലാ ഹാദിഹിൽ ഹാല ഫഹുവ ഷഹീദ്. ഇൽമ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുതഅല്ലിം ആ ഇൽമിന്റെ വഴിയിലായിരിക്കെ മരണപ്പെട്ടാൽ ആ മുതഅല്ലിം ഷഹീദാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ഇൽമ് പഠിക്കുന്ന വഴിയിലാണ് നമ്മുടെ സാലു മരണപ്പെട്ടത്. എന്തൊരു ഭാഗ്യവാനാണ്. മയ്യിത്ത് നിസ്കരിക്കുന്ന സമയത്ത് ഉസ്താദ് പൊട്ടുന്ന മനസ്സോട് കൂടെ പറഞ്ഞ വാചകങ്ങൾ എന്നും ഓർക്കുന്നു. മനസ്സിൽ നിന്നും മായാത്ത വാക്കുകളാണ്. ഏതാനും ദിവസങ്ങൾക്ക് അല്ലെങ്കിൽ ഒരു മാസം മുമ്പ് ഈ വഴിയൊന്ന് നിർത്തിയാലോ എന്ന് ആലോചിച്ച സാലുവിന് നല്ല വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇൽമിന്റെ വഴിയിലേക്ക് വീണ്ടും കൈപിടിച്ച് കൊണ്ടുപോയ ഉസ്താദ് മരണം റബ്ബ് തആല കണക്കാക്കിയ സമയത്ത് തന്നെ മരിക്കും. ആരായാലും ലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജ്റുഹാ. ഏതൊരു നഫ്സിനും റബ്ബ് തആല കണക്കാക്കിയതായ സമയം എത്തിക്കഴിഞ്ഞാൽ ഒരു സെക്കൻഡ് പോലും അപ്പുറത്തേക്ക് പിന്തിക്കുകയില്ല. അതിനെന്തെങ്കിലും ഒരു കാരണം പടച്ച റബ്ബ് സൃഷ്ടിക്കും. അത് സാലു ഇൽമിന്റെ വഴിയിലാണെങ്കിലും അല്ലെങ്കിലും ഈ സമയം എത്തുമ്പോൾ അവൻ മരിക്കും. പക്ഷേ ആ ഇൽമിന്റെ വഴിയിലേക്ക് തിരിച്ചു വന്ന് ഉസ്താദിന്റെ പൂർണ്ണമായ സന്തോഷം നേടിക്കൊണ്ട് മരണപ്പെട്ട സാലു 100% ഭാഗ്യവാനാണ്. പടച്ച റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ. ആ ഇൽമിന്റെ വഴിയിൽ പടച്ച ഒരു ഹർഫും സാലുവിന് നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് നമുക്ക് ഊഹിക്കാം, നമുക്ക് പ്രതീക്ഷിക്കാം. ആ രൂപത്തിലാണല്ലോ മരണം സംഭവിക്കുന്നത്. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞ വാക്കുകൾ, ആ പെരുന്നാളിന്റെ സുദിനത്തിൽ നിസ്കാരം തുടങ്ങുന്നത് വരെ തക്ബീറുകൾ ചൊല്ലിക്കൊടുക്കാൻ ഭാഗ്യം ലഭിച്ച മുതഅല്ലിം, എന്തൊരു ഭാഗ്യമാണ് സംഭവിച്ചത്. എന്തൊരു ഭാഗ്യവാനാണ് ആള്. നമ്മുടെ മക്കളെയൊക്കെ ഇൽമിന്റെ വഴിയിലേക്ക് വീട് വിട്ടു പോകേണ്ടതില്ല, നാട് വിട്ടു പോകേണ്ടതില്ല. അതിന് സൗകര്യപ്പെടുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. നാട് വിട്ടുപോയി, വീട് വിട്ടുപോയി, അന്യദേശത്ത് പോയി ഇൽമ് പഠിക്കുന്നതിനാണ് ഏറ്റവും വലിയ പവർ ഉള്ളത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങയെയാണ് പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാലും നാട്ടിൽ നിന്നുകൊണ്ടും പഠിക്കാം. ഇൽമ് ദർസിന്റെ വഴിയിലേക്ക് ഞങ്ങളൊക്കെ ദർസ് ഓതാൻ പോകുന്ന കാലത്ത് സ്കൂളിൽ പോയി കൊണ്ട് ദർസ് ഓതുന്ന പരിപാടി ഇല്ല. ഇന്ന ദർസുക്ക് പറഞ്ഞേക്കാൻ വേണ്ടി ഉപ്പ തീരുമാനിച്ചപ്പോ ഉപ്പയും കൂടി ദർസുക്ക് പോകാൻ വേണ്ടി പറഞ്ഞപ്പോ ഞാനന്ന് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ പരീക്ഷ കഴിഞ്ഞു. ഇനി 9ാം ക്ലാസ്സിലേക്ക് പോകാനുള്ള സമയമാണ്. ആ സമയത്താണ് റമദാൻ കഴിയുന്നത്. ഈ റമദാൻ കഴിഞ്ഞപ്പോ ദർസിലേക്ക് പോകാൻ പറഞ്ഞപ്പോ ഞാനൊന്ന് പറഞ്ഞു നോക്കി, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയിക്കോളാം. അന്ന് 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോകല് ഒരു അപൂർവമായ ഒരു സ്വഭാവമാണ്. ഓതാൻ പോണവര് എവിടുന്നാണോ അത് നിർത്തിയാണ് പോകലാൻ മതി. ഞാൻ അന്നിങ്ങനെ പറഞ്ഞു നോക്കി, 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് പോയി. സ്കൂൾ പത്രമൊക്കെ മതിച്ച് പോകാൻ പോയിക്കോ. അന്ന് അങ്ങനെയാണ് മാതാപിതാക്കളുടെ വർത്തമാനം. ആ വരക്ക് അപ്പുറത്തേക്ക് പിന്നെ ഇല്ല. ഇനി അതിൻ്റെ അങ്ങേപ്പുറത്തേക്ക് ഒരു തീരുമാനവും ഇല്ല. തീരുമാനിച്ചിട്ട് കാര്യമില്ല. അള്ളാഹു മരണപ്പെട്ടതിൻ്റെ പിതാവിന് ഉന്നതമായ ദറജകൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. കാമില മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. ജീവിതകാലം മുഴുവനും ദീനിനു വേണ്ടി സേവനം ചെയ്യാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. ഖതീബായും കൊണ്ടും സദറായും കൊണ്ടും മുഅല്ലിമായും കൊണ്ടും ഒരുപാട് ആളുകൾക്ക് ദീന് പഠിപ്പിക്കാനും ദീനിൻ്റെ കാര്യങ്ങൾക്ക് ഒരുപാട് നേതൃത്വം കൊടുക്കാനും അവസാന കാലം വരെ കഴിയുന്നത്ര ദീന് ഖിദ്മത്ത് ചെയ്തിട്ടുണ്ട്. റബ്ബ് തആല സ്വീകരിക്കുമാറാവട്ടെ. ഒരു പഠിപ്പിക്കാനോ ഇമാമക്കാനോ ഒന്നും വയ്യാതെ രോഗിയായി വീട്ടിൽ കഴിയുന്ന അവസാന കാലത്തും ഞങ്ങൾക്ക് ദീനി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവിടെ കഴിയുന്ന ചുറ്റുപാട്ടിലൊക്കെ ഞങ്ങൾ കൂടെ വന്ന് വേണ്ടതൊക്കെ ചെയ്തു തരും. സ്റ്റേജ് കെട്ടാനും ഞങ്ങൾ പേരൻ്റെ അടുത്തൊരു പറമ്പിൽ വേല സംഘടിപ്പിക്കും. ആ വേല സംഘടിപ്പിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേജ് കെട്ടാനും അതിന് വേണ്ട ഇതിനൊക്കെ എല്ലാം വേണ്ടത് അവസാന സമയം വരെ അവത്തെ കൊണ്ട്
കൊണ്ട് കഴിയുന്ന ഖിദ്മകൾ ചെയ്തിട്ടുണ്ട്. റബ്ബ് തആല സ്വീകരിക്കട്ടെ, റബ്ബ് തആല സ്വീകരിക്കട്ടെ. വലിയ കാമിലായ മഗ്ഫിറത്ത് മജ്ലിസിന്റെ ഹക്ക് കൊണ്ട് കാമിലായ മഗ്ഫിറത്ത് നൽകട്ടെ. ആഖിറത്തിൽ മുഹദിയങ്ങളിൽ ലഭിക്കാവുന്ന ഉന്നതമായ ദറജകൾ പടച്ച റബ്ബ് നൽകി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പൊരുത്തങ്ങൾ കൊണ്ട് നമ്മളെ എല്ലാവരെയും പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയമുള്ളവരെ, ഉപ്പാനം അത് പറയേണ്ട വേദിയല്ലത്, അതുകൊണ്ട് ഞാൻ പുറത്തേക്ക് പറയുന്നില്ല. നമ്മുടെ മക്കളെയും ഇൽമിന്റെ വഴിയിലേക്ക് കടന്നു വരാൻ തിരിച്ചു വിടാൻ നാം ശ്രമിക്കണം. ഇന്ന് സ്കൂൾ പഠനം മുടങ്ങൂല, ഏത് ദർസിലും മുടങ്ങൂല. നമ്മളെ നജീബ് സഖാഫി ഉസ്താദിന്റെ ദർസിൽ കുട്ടികൾ സ്കൂൾ നിർത്തിയിട്ടല്ല ദർസ് ഓതുന്നത്, സ്കൂളോട് കൂടെ ദർസ് ഓതുന്നത്. ഈ കണ്ട മദരീസന്മാർ, ഒരുപാട് മദരീസന്മാർ നമ്മുടെ സ്റ്റേജിലുണ്ട്. ഒരു ദർസിലും ഒരു മുത്താലിം സ്കൂൾ പഠനം നിർത്തി വെച്ചുകൊണ്ട് കിതാബ് ഓതണില്ല. ഇന്ന് ഓടിയില്ല, അത് ഏത് കോളേജിലും ഇല്ല, ഒരു ദർസിലും ഇല്ല. സ്കൂൾ പഠനം നിർത്തി വെച്ചുകൊണ്ട് ദർസ് പഠിക്കുന്ന അവസ്ഥ ഇല്ല. സ്കൂൾ പഠനം മുടങ്ങുമെന്നൊരു പേടി ഇന്ന് നമ്മളെ മക്കളെ ദർസിന്റെ വഴിയിലേക്ക് വിട്ടാൽ ആ ഒരു പേടി വേണ്ട, ഒരു പേടിയും വേണ്ട. എന്നല്ല, നമ്മളെ പെരയിൽ ഇന്ന് പഠിക്കുന്നതിലേറെ ഉഷാറായിട്ട് ദർസിൽ വന്ന് കുട്ടികൾ സ്കൂളും പഠിക്കും ദർസും പഠിക്കും. കാരണം എന്താ, ഈ കുട്ടിയുടെ സ്കൂൾ പഠനത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ അത് രക്ഷിതാക്കൾ എന്നോട് ചോദിച്ചുവല്ലോ എന്നൊരു പേടി. കുട്ടീൻ്റെ സ്കൂളും ദർസും കൂടി പഠിപ്പിക്കാനാണ് ഞാൻ ഏറ്റെടുത്തത്. ആ കുട്ടിയുടെ സ്കൂൾ പഠനമാണ് കാര്യമായിട്ട് എല്ലാവരും എന്ത് ശ്രദ്ധിക്കുക, എല്ലാവരും അന്വേഷിക്കുക, എല്ലാവർക്കും അറിയേണ്ടതും അതാണ്. അപ്പോൾ ഓൻ എന്തെങ്കിലും മാർക്കിൽ കുറവോ എന്തെങ്കിലും വല്ല ഭൗതിക പഠനത്തിൽ കുറവുണ്ടെങ്കിൽ അന്വേഷിക്കാൻ ഒരുപാട് ആളുകൾ ഉണ്ടാവും എന്നുള്ള പേടി എനിക്കുണ്ടാവും, ഈ ഉസ്താദന്മാർക്കൊക്കെ ഉണ്ടാവും. ഭൗതിക പഠനത്തിൽ കുട്ടികൾക്ക് ഒരു കുറവ് വരുന്ന ആരും പേടിക്കണ്ട. അതിൻ്റെ കൂടെ മതപഠനം കിട്ടും, 5 വക്ത് നിസ്കാരം മുടങ്ങൂല, ഒരുപാട് നല്ല കാര്യങ്ങൾ ലഭിക്കും. ഈ സാലുമോന് ലഭിച്ചതുപോലുള്ള ആഖിറത്തിൽ ഒരുപാട് നന്മകൾ വാരിക്കൂട്ടാൻ നമ്മുടെ മക്കൾക്ക് കഴിയും. അത് മക്കളുടെ ആഖിറത്തിൽ മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ മാത്രമല്ല, മാതാപിതാക്കളാകുന്ന നമുക്ക് ആഖിറത്തിലേക്ക് ചെല്ലുമ്പോൾ നമുക്കൊരുപാട് സന്തോഷത്തിനുള്ള അവസരങ്ങൾ ഈ മക്കൾ വഴി റബ്ബ് തആല ഒരുക്കി വെക്കുന്നതാണ്. റബ്ബ് തആല നമ്മുടെ സാലുമോൻ അതുപോലെ സ്വീകരിക്കുമാറാവട്ടെ. അവിടെ മാതാപിതാക്കൾ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനുള്ളൊരു അവസരമായി പടച്ച റബ്ബ് മോനെ ആക്കി തരുമാറാവട്ടെ. ആ ഉസ്താദുമാരെയും ആ സാലുമോന് 1-ാം ക്ലാസ് മുതൽ പഠിപ്പിച്ചു വന്ന ഉസ്താദുമാരെ കൈപിടിച്ച് സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സുന്ദരമായ സുദിനം പടച്ച റബ്ബ് അമോനിലൂടെ ഒരുക്കി വെക്കുമാറാവട്ടെ. പ്രതീക്ഷിക്കാവുന്നതാണ്. പടച്ചവന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു വെച്ച പാഠങ്ങളാണ് ഇതൊക്കെ. വെറുതെ അലങ്കാരങ്ങളല്ല, എങ്ങനെയെങ്കിലും ജീവിച്ചു പോയവനല്ല. പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് പള്ളി ദർസിലേക്ക് പോയി അവിടുന്ന് ഇങ്ങോട്ട് ഒരു വക്ത് നിസ്കാരം നഷ്ടപ്പെടുത്താത്ത മുത്തഅല്ലിമ, ഉസ്താദിന്റെ പൂർണ്ണമായ 100% സന്തോഷം ഏറ്റുവാങ്ങിയ മുത്തഅല്ലിമ നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു ദിവസവും നഷ്ടപ്പെട്ടിട്ടില്ല, ഒരു സെക്കൻഡും ആ പൊന്നുമോന്റെ ജീവിതത്തിൽ നഷ്ടപ്പെട്ടിട്ടില്ല. എൻ്റെ മുമ്പിലിരിക്കുന്ന സ്നേഹനിധികളായ മുത്തഅല്ലിമീങ്ങളോട് ഒരു സന്തോഷത്തോടു കൂടെ ഒരു ആജ്ഞ, നമ്മുടെ ഉസ്താദുമാരാണ് നമ്മുടെ എല്ലാ വിജയവും. നമ്മുടെ ഉസ്താദുമാരാണ് എല്ലാ വിജയത്തിന്റെ നിദാനം. ആ ഉസ്താദുമാരുടെ പൊരുത്തം സമ്പാദിക്കലാവണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. നമ്മെ പഠിപ്പിക്കുന്ന ഉസ്താദുമാരുടെ സ്നേഹം സമ്പാദിക്കലാവണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. ആത്മീയ വഴിയിലുള്ള ആരൊക്കെയുണ്ട് അവരുടെയൊക്കെ പൊരുത്തങ്ങൾ നേടൽ നമ്മുടെ വലിയ ലക്ഷ്യങ്ങളാവണം. എങ്കിൽ ഈ വഴിയിലെ ഒരു സെക്കൻഡ് നമുക്ക് നഷ്ടപ്പെടുകയില്ല. നമ്മുടെ എത്ര കാലം നാം ജീവിച്ചാലും ആ ജീവിതത്തിലെ ഓരോ സെക്കൻഡുകളും നമുക്ക് ആഖിറത്തിൽ നേടിയെടുക്കാൻ കഴിയുന്നതാണ്. സന്തോഷത്തിന് അവസരം നൽകുന്ന സംഗതികളാണ്. പടച്ച റബ്ബ് ആ രൂപത്തിൽ നമ്മയൊക്കെ ആക്കി തരുമാറാവട്ടെ. കൂടുതലായി ഞാൻ എൻ്റെ സംസാരം നീട്ടുന്നില്ല. ഒരുപാട് ഉസ്താദുമാർ സാദാത്യങ്ങൾ ഇവിടെയുണ്ട്. നമ്മുടെ അൻവർ സാദാത്ത് തങ്ങൾ കാര്യമായിട്ട് തന്നെ നമ്മോട് സംസാരിക്കും. റബ്ബ് തആല എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് റബ്ബിൻ്റെ ത്വഅത്തിലായി ദീനി ഖിദ്മത്തിലായി നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ദീനിൻ്റെ നിലനിൽപ്പിന് കാരണക്കാരായ സാദാത്യങ്ങൾ ആലിമീങ്ങൾ ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും പടച്ച റബ്ബ് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ദീനിൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന എല്ലാ സാധാരണക്കാരും അല്ലാത്തവരുമായ എല്ലാവർക്കും പടച്ച റബ്ബ് ജീവിതം നന്നാക്കി, മരണം നന്നാക്കി, ആഖിറം രക്ഷപ്പെടുന്നവരിൽ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മളെ സാലുമോൻ
സാലുമോനെ എല്ലാവിധ ഉന്നതമായ ദറജകളും പടച്ചറബ് നൽകുമാറാവട്ടെ. സാലുമോന്റെ ജീവിതത്തിൽ പഠിച്ച ഓരോ ഹർഫ് കൂടെയും പ്രതിഫലം അനുഭവിച്ച് സന്തോഷിക്കാനുള്ള അവസരം പടച്ചറബ് നൽകുമാറാവട്ടെ. ഈ വഴിയിലേക്ക് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മക്കളെയൊക്കെ പടച്ചറബ് ആക്കി തരുമാറാവട്ടെ. നമ്മുടെ പള്ളിയിൽ ഇന്ന് നമ്മുടെ നാട്ടിൽ വളർന്നു വരുന്ന മക്കൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഭൗതിക പഠനത്തിൽ ഒരു കുറവുമില്ലാതെ മതപഠനത്തിനും ഭൗതിക പഠനത്തിനും എല്ലാ സൗകര്യങ്ങളും ഏത് ഉന്നതമായ പഠനത്തിലേക്കും മക്കളെ തിരിച്ചുവിട്ട് മതപഠനത്തിന് കോട്ടം വരാതെ ആത്മീയതയ്ക്ക് കോട്ടം വരാതെ പഠിച്ചു വരാനുള്ള കഴിവ് എല്ലാ വഴികളും നമ്മുടെ പള്ളിയിലുണ്ട്. നമ്മുടെ മഹല്ല് കമ്മിറ്റി എല്ലാ നിലക്കും പള്ളി ദർസിൽ പഠിക്കാൻ വരുന്ന മക്കൾക്ക് പൂർണ്ണമായ സപ്പോർട്ട് നമ്മുടെ മഹല്ല് കമ്മിറ്റി ചെയ്യുന്നുണ്ട്. നാട്ടുകാരെല്ലാവരും അതിന് എല്ലാവിധ ഒത്താശയും ചെയ്യുന്നവരാണ്. അതുകൊണ്ട് നാട്ടിൽ നിന്ന് പഠിപ്പിക്കണം, പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നൊരവസ്ഥയിലുണ്ടെങ്കിൽ ആ മക്കളെ നമ്മുടെ പള്ളിയിൽ പറഞ്ഞയച്ച് 10ാം ക്ലാസ്സിൽ മദ്രസയിൽ പോകുന്ന മക്കളാണെങ്കിൽ മദ്രസ നിർത്തി വരണം എന്ന് നമുക്ക് അഭിപ്രായമില്ല. അങ്ങനെ മദ്രസ നിർത്തിപ്പോയ മക്കളുണ്ടെങ്കിൽ അവരെ പള്ളിയിലേക്ക് പറഞ്ഞയച്ച് പള്ളി ദർസിൽ പങ്കെടുപ്പിച്ച് ആ പള്ളിക്ക് കിടന്നുറങ്ങാൻ പ്രയാസമുള്ള മക്കളാണെങ്കിൽ അവർക്ക് കിടന്നുറങ്ങാൻ പെരീക്ക് പോകാം. എന്നും പെരി പോയി കിടന്നുറങ്ങാം. രാവിലെ പള്ളിയിലേക്ക് വന്ന് സ്കൂളിലേക്ക്, പള്ളിയിൽ നിന്ന് സ്കൂളിലേക്ക് പോയി, സ്കൂൾ വിട്ട് നിന്ന് പള്ളിയിലേക്ക് വന്നു, അവർക്ക് രാത്രി ഉറങ്ങണം, ഇമ്മാന്റെ കൂടെ തന്നെ ഉറങ്ങണം എന്ന് പോലുള്ള മക്കളാണെങ്കിൽ അതിന് നമുക്ക് വിട്ടുകൊടുക്കാം. മതപഠനത്തിൽ ഇതൊന്നും ഒരു തടസ്സമാക്കേണ്ടതില്ല. നമ്മുടെ നാട്ടിൽ വരുന്ന തലമുറകളൊക്കെ നന്നായി കിട്ടണം. നമുക്കറിയാലോ ഇന്ന് വളർന്നു വരുന്ന തലമുറയുടെ അവസ്ഥ ഞാനല്ലേ, എന്നെക്കാളും ഈ നാട്ടിലുള്ള നിങ്ങളാണ് അറിയുന്നത്. ആ മക്കളെയൊക്കെ ഒരു 5 വക്ത് നിസ്കരിക്കുന്നവരായി, ഒരു ദീനിന്റെ ഷിയാറിൽ നടക്കുന്ന ഒരു മക്കളായി നമ്മുടെ നാട്ടിൽ ഭാവി കാലത്ത് പള്ളിയും മദ്രസകളൊക്കെ ഒരു ദീനിന്റെ നല്ല രൂപത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു ഭാവി തലമുറ ഇവിടെ വരണമെങ്കിൽ ഈ നിലക്കുള്ള ഒരു അവസ്ഥയിലൊക്കെ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട്. റബ്ബ് തആല തൗഫീഖ് നൽകുമാറാവട്ടെ. ഈ നാട്ടിലുള്ള ആത്മീയ ചൈതന്യങ്ങളൊക്കെ പടച്ചറബ് നിലനിർത്തി തരുമാറാവട്ടെ. ഇനിയും ഈ ആത്മീയ ചൈതന്യങ്ങൾ വർദ്ധിപ്പിക്കാൻ നമുക്കെല്ലാവർക്കും ഒത്തുകൂടി പ്രവർത്തിക്കാൻ പടച്ചറബ് തൗഫീഖ് നൽകുമാറാവട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇന്നാ ഫതഹ്നാ ലക ഫത്ഹൻ മുബീനാ എന്ന തിരുവാക്യത്തിൽ ഈ സംഗമം ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.